1690 രൂപയാണ് ഇന്നത്തെ സ്വർണ്ണവില വരുന്നത്. ഇന്ന് ജനുവരി 31-ാം തീയതി, അതായത് ഇന്നത്തെ ഈ ഒരു ജനുവരി തീരുവാണ്. അപ്പൊ ഈ ജനുവരി തീരുമ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഇതുപോലത്തെ മാലകളാണ് കാണിക്കുന്നത്. അപ്പം ഈ മാല വരുന്നത് 1.5 പവൻ, അതുപോലെ തന്നെ 16 ഗ്രാം 2 പവന്റെ ഒക്കെ വരുന്ന മാലകളാണ്. അപ്പൊ നമുക്കത് നേരിട്ട് കാണാം. നല്ല രീതിയിലൊന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മളൊരു അരഞ്ഞാണത്തിന്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കറക്റ്റ് ആയിട്ടൊന്നും കാണിച്ചൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു പോയതേ ഉള്ളൂ. അപ്പം നമുക്കിത് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു വീഡിയോ കറക്റ്റ് ആയിട്ട് ഇതിന്റെ മാത്രമായിട്ട് വീഡിയോ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ അതിൽ ഏത് ഐറ്റം ആണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ റേറ്റ് അറിയണം, അതല്ല നിങ്ങൾക്ക് ഡെലിവറി ചെയ്യണം, നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരണം അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണുന്ന നമ്പറിലേക്ക് അയക്കുക. എന്നിട്ട് വിളിച്ചും കൂടി പറയാം, ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒരു മാല അയച്ചിട്ടുണ്ട്, അതിന്റെ റേറ്റ് എങ്ങനെ വരും, ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുമോ, ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കും. അപ്പം ഇന്ന് 7690 രൂപ, അതായത് ബുക്ക് ചെയ്യേണ്ടവർക്ക് ബുക്ക് ചെയ്യുകയും കൂടി ചെയ്യാം കേട്ടോ. നമ്മുടെ വെഡിങ് മാത്രമല്ല ബുക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്കൊരു മാല എടുക്കണം, അതും ബുക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് വില കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബുക്കിംഗ് എന്ന് ഉദ്ദേശിച്ചത്. അതായത് ഇന്ന് 7690 രൂപ ബുക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സ്വർണ്ണ വിലയിൽ ബുക്ക് ചെയ്ത റേറ്റ്, അതായത് 2 മാസം കഴിഞ്ഞ് നിങ്ങൾ എടുക്കാൻ വരുവാണ്, അന്ന് 8000 രൂപയാണ് വിലയെങ്കിൽ പോലും 7660 വരുള്ളൂ. അതല്ല ഇനി വില കുറഞ്ഞാലോ കുറഞ്ഞ റേറ്റ് മാത്രം, അന്നത്തെ വില എത്രയാണോ ആ കുറഞ്ഞ റേറ്റ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളെ ഗോൾഡ്, അതായത് നിങ്ങളുടെ കയ്യിൽ ഗോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത് മാറിയെടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള വില കിട്ടുമോ എന്നൊക്കെയുള്ള ഒത്തിരി സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലെ. അതൊന്നുമില്ല, അത് നമുക്ക് 916 ആണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ റേറ്റ് എത്രയാണോ, അതായത് നിങ്ങൾ വരുന്ന ദിവസത്തെ റേറ്റ് എത്രയാണോ ആ റേറ്റ് തന്നെയായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ബാങ്കിലൊക്കെ പണയത്തിലേക്ക് വെച്ചിട്ട് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. അതിന്റെ മുഴുവൻ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരും. അപ്പൊ താഴെ കാണുന്ന നമ്പറിലേക്ക് വേഗം തന്നെ വിളിച്ചോ, ബാങ്കിലൊക്കെ പണയത്തിലേക്ക് വെച്ചിട്ട് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ. അപ്പൊ നമ്മൾ ഇന്ന് ഇതിന്റെ മുഴുവൻ ഡീറ്റെയിൽസിലേക്കും പോവാം അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കാൻ പോണെന്ന് പറഞ്ഞാൽ ഈ ഒരു ബാഗാണ്. ഈ ബാഗിനകത്ത് ഇതിനകത്ത് ലാപ്ടോപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ലാപ്ടോപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഇതിന്റെ ലാപ്ടോപ്പ് കൂടി കാണിച്ചേക്കാം. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ലാപ്ടോപ്പാണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഈ ലാപ്ടോപ്പ് നമ്മൾ ഇങ്ങനെ മടക്കി വെക്കുന്നു. എന്നിട്ട് അപ്പൊ ഈ ഒരു ബാഗ് നമ്മൾ ഇതിനകത്ത് ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ബാഗാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു മാല 1 പവന്റെ വീച്ചൈനാണ്, വീച്ചൈനല്ല സുന്ദരി അല്ലെ, സുന്ദരി. അപ്പൊ 1 പവന്റെ സുന്ദരി നമ്മൾ എടുക്കുവാണ്. 1 പവന്റെ സുന്ദരി വെച്ച് നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ കോർത്ത് വെച്ചിട്ടുണ്ട്. അഴിച്ചിട്ടുണ്ടായിരുന്നു, സുന്ദരിയാണ് കേട്ടോ. അല്ലെങ്കിൽ അതുകൂടി കാണിച്ചേക്കാം. മാല കാണിച്ചില്ലെന്ന് വേണ്ട, മാല അത് ഈ 1 പവന്റെ മാലയാണ് ഈ കാണുന്നത്. ഓക്കെ, 1 പവന്റെ മാല. അപ്പൊ 1 പവന്റെ മാല നമ്മൾ ഇതിനകത്തൂടെ എടുത്ത്, ഓക്കെ. ഇത് പലരും ചോദിക്കുന്ന കാര്യം, ഇത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതൊക്കെ പൊട്ടിപ്പോകത്തില്ലേ എന്നൊക്കെയുള്ള ഭയങ്കര സംശയങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. നമ്മൾ ഇതിനകത്ത് ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളിതാ ഈ ബാഗ് നമ്മളത് ഇങ്ങനെ പൊക്കുവാണ്. പൊട്ടുന്നുണ്ടോ? ബാഗ് ഇങ്ങോട്ട് തിരിക്കാം. ഓക്കെ, അപ്പൊ മാല അത്യാവശ്യം നല്ല, നമുക്ക് ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. അതിനുള്ള ഗ്യാരണ്ടി ഉൾപ്പെടെയാണ് നമ്മളിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ 1 പവന്റെ മാലയുടെ കാര്യമാണ് ഞാനിപ്പോ പറയുന്നത്. അപ്പൊ നമുക്ക് ഈ മാല എങ്ങനെയുണ്ടെന്ന് കൂടി ഇപ്പൊ നോക്കാം. ഇനിയിപ്പോ ഡാമേജ് ആയാ ഇല്ലേ എന്താണെന്നുള്ളത് കൂടി കാണിച്ചേക്കാം. ഓക്കെ, നമ്മൾ മാല എടുക്കുന്നു, പുറത്ത്. ഓക്കെ, മാല നോക്കിയോ, ഡാമേജ് വല്ലതും ഉണ്ടാകുന്ന, എവിടെയെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ഇതിനകത്ത് ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പൊ മാല BIS 916 HOD ആഭരണം, അതുപോലെ തന്നെ നമ്മുടെ ഹാപ്പി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വൈക്കത്ത് നിന്നാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എത്രയും വേഗം ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾ കാണുക, നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക് 3 റിംഗ് സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ഞായറാഴ്ചയും നമ്മൾ ലൈവിൽ വരുന്നുണ്ട്. ലൈവിൽ 2 മണി 3 മണിയാകുമ്പോൾ നമ്മൾ ലൈവിൽ വരുന്നുണ്ട്. അപ്പൊ മാല കണ്ടോ, അപ്പൊ ഓക്കെ ആണ്. അപ്പം 1 പവന്റെ മാലയാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചത്. അപ്പൊ ബാക്കി മാലയിലോട്ട് പോകാം.
ഓക്കെ, അപ്പൊ ഈ കാണുന്ന ഐറ്റം ഒക്കെ എന്ന് പറഞ്ഞാൽ ഡോണിന്റെ ചെയിൻ ആണ് കേട്ടോ. ഡോണിന്റെ 1.5 പവൻ അല്ല, ഇത് 1 പവന്റെ ചെയിൻ. 1 പവന്റെ ചെയിനാണ്. ഇത് നോക്കി അത്യാവശ്യം നല്ല പൊലിമയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. 1 പവന്റെ ഡോണിന്റെ നമുക്ക് ലേഡീസിനും ജെന്റ്സിനും ഒക്കെ പൊലിമയുള്ള ടൈപ്പ് വേണമെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കൊടുക്കുന്ന ഐറ്റമാണ് ഇതും ലോട്ടസും ഒക്കെ. ഈ ഐറ്റവും ലോട്ടസും ഒക്കെ നമ്മൾ 1 പവന്റെ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഐറ്റമാണ് കേട്ടോ. അത്യാവശ്യം നല്ല പൊലിമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ലാസ്റ്റിങ് മറ്റുള്ള ചെയിനിനെ അപേക്ഷിച്ച് ലാസ്റ്റിങ് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ ഹാപ്പി ഗോൾഡ് ടൈംസിലോട്ട് പോകും കേട്ടോ. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് സവിധം വേണമെന്നുണ്ടെങ്കിൽ സവിധം ഈ ഐറ്റം സവിധം ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ചെയ്യണ ഐറ്റം ഉണ്ട്. പിന്നെ അതല്ല നിങ്ങൾക്ക് പൊലിമയുള്ളത് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പൊലിമയുള്ളത് എടുക്കാം. പൊലിമയുള്ളത് ഇതുമായിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്താൽ മനസ്സിലാവും. പൊലിമ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ നേരെ നമ്മുടെ ജ്വല്ലറിലോട്ട് പോകുന്നു. ഇനി അതല്ല പൊലിമ വേണ്ട, ഞങ്ങൾക്ക് ലാസ്റ്റിംഗ് ആണ് വേണ്ടത്, പൊലിമ വേണ്ട എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. ഇത് രണ്ടിന്റെ വ്യത്യാസം നോക്കി. രണ്ടും പൊലിമയുള്ളതും പൊലിമ കുറഞ്ഞതുമായിട്ടുള്ളതാണ്. പക്ഷെ ഇതിന് ഇച്ചിരി നല്ല ബലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റേതാകുമ്പോൾ പൊലിമയാണ്, നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ഇട്ടുകൊണ്ട് പോകാനും ഇതിൻ്റെ അത്രയും ലാസ്റ്റ് ചെയ്യത്തില്ല എന്നുള്ള ഒരൊറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ. പിന്നെ വരുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ഡബിൾ ഗാംഗുലി ഐറ്റം ഒക്കെയാണ്. ഡബിൾ ഗാംഗുലിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പൊലിമയും ഉണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഡെയിലി യൂസിനും ഒക്കെ പറ്റുന്ന ഐറ്റമാണ് ഡബിൾ ഗാംഗുലി ചെയിൻ. 8 പിടി ചെയിനാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അതായത് തലവഴി ഊരിയും ഇടുക്കിയൊക്കെ ചെയ്യാൻ പറ്റുന്ന 8 പിടി. പിന്നെ പണ്ട് തൊട്ട് എല്ലാവരും പറയുന്ന ഒരു ചെയിനാണ് ഈ കാണുന്ന. ഇതിൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യമായിരുന്നു. ഇതിൻ്റെ പേരൊന്ന് എല്ലാവർക്കും അറിയാൻ പറ്റുമെന്ന് നമുക്ക് അറിയാമല്ലോ. കമൻറ്റ് ബോക്സിൽ ഇട്ടോ ഇതിൻ്റെ പേരെന്താണെന്നുള്ളത് കേട്ടോ. ഓക്കെ, അടുത്തത് അപ്പം വരുന്നത് സച്ചിൻ ചെയിൻ അല്ലേ. സച്ചിൻ ചെയിൻ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെയിനാണ്. വർഷങ്ങളായിട്ട് എല്ലാവരും, അതായത് ജെൻസ് ആണെങ്കിലും ലേഡീസ് ആണെങ്കിലും ഒരു മാലയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എന്താണെന്ന് ചോദിച്ചാൽ അപ്പം തന്നെ പറയുന്ന ഒരു ഐറ്റമാണ് സച്ചിൻ ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സച്ചിൻ ചെയിൻ എവർഗ്രീൻ ആയതുകൊണ്ട് തന്നെ സച്ചിൻ ചെയിൻ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത മാലയിലോട്ട് പോവാം. ഈ കാണുന്ന ഐറ്റം ഒക്കെ നോക്കിയേ. ഇതിലെല്ലാം വരുന്നത് ഐറ്റം എന്ന് പറഞ്ഞാൽ കുരുമുളകിൻ്റെ ചെയിൻ നോക്കും. കുരുമുളകിൻ്റെ ചെയിന്. ഓക്കെ, അതുപോലെ തന്നെ സവിധം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട്. അതല്ല സവിധം നമുക്ക് അത്യാവശ്യം പൊലിമയുള്ളത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട്. പൊലിമ കുറഞ്ഞത് വേണമെങ്കിൽ അങ്ങനെയുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച ചെയിൻ്റെ ഇത് തന്നെയാണ്. ഈ കാണുന്ന ചെയിനായിരുന്നു നമ്മൾ നേരത്തെ ബാഗ് എടുത്ത് വലിച്ചെടുത്ത ചെയിൻ. അയ്യോ, ഇതായിരുന്നു കേട്ടോ, സോറി കേട്ടോ. ഈ ഐറ്റം ആയിരുന്നു ബാഗ് എടുത്തത്. ഏറ്റവും വെയിറ്റ് കുറഞ്ഞ ഐറ്റമാണ്. 1 പവനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നല്ല സ്ട്രോങ് ആയിട്ട് കിടക്കുന്ന ചെയിനും കാര്യങ്ങളൊക്കെയാണ് സുന്ദരി ചെയിൻ. ഓക്കെ, സുന്ദരി അല്ലെങ്കിൽ ബി ചെയിനും ഉണ്ട്. രണ്ടും സ്ട്രോങ് ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ അതിന് പൊലിമ ഇച്ചിരി കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് നമ്മളുടെ വീഡിയോസൊക്കെ വരുന്നത്. അപ്പോൾ വീഡിയോ വേഗം തന്നെ ഷെയർ ചെയ്തോ, കമൻറ്റ് ചെയ്തോ. വൈക്കം പടിഞ്ഞാറ് നടയിൽ ആദ്യത്തെ ഷോപ്പ് നമ്മുടെ ഷോപ്പാണ് ഹാപ്പി ഗോൾഡൻ ഡയമണ്ട്സ്. അതുപോലെ തന്നെ ചേർത്തല കാർത്തേനി ദേവക്ഷേത്രത്തിന് തെക്കുവശം കുറെ കാർ കിടപ്പുണ്ട്. ടാക്സിക്കാരന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ ജ്വല്ലറി വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങളുടെ സൗകര്യം എവിടെയാണെന്ന് വെച്ചാൽ അങ്ങോട്ട് വരാം. അതല്ലാതെ നമുക്ക് അരിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തും നമ്മുടെ ഷോപ്പ് വരുന്നുണ്ട് കേട്ടോ. അപ്പം ബാക്കിയുള്ള സ്ഥലത്തും നമുക്ക് ഷോപ്പ് വരാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, വേഗം തന്നെ വീഡിയോ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുന്നവർക്കും കമന്റ് ചെയ്യുന്നവർക്കും ഞാൻ ഒന്നുകൂടി പറയുന്നത് 3 റിംഗ് സമ്മാനമായിട്ടുണ്ട്. ലൈവിൽ ഞായറാഴ്ച നമ്മൾ വരുന്നുണ്ട്. 2 മണി 3 മണി ടൈമിൽ ലൈവ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ലൈവിൽ വരിക. നമുക്ക് ലൈവിൽ കാണാം. മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ.